കളകളം ഹലോ ഹായ് ശ്രുതി. ചെറുതായിട്ടുണ്ട്. ഹലോ ഹായ്. ഹലോ, നിങ്ങളെ കാണാനില്ലല്ലോ. നിങ്ങൾ കണക്ട് ആയിട്ടില്ല. വെയിറ്റിംഗ് ഫോർ എന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ കണക്ട് ആയി. ഓക്കെ, ഇപ്പൊ കണക്ട് ആയി. വെൽക്കം വെൽക്കം വെൽക്കം. രണ്ടുപേർക്കും സ്വാഗതം. എവിടെ നിന്നാണ് നിങ്ങൾ രണ്ടുപേരും? ഞങ്ങള് സിംഗപ്പൂർ ആണ് ഇപ്പോ. നാട്ടില് ഞാൻ ട്രിവാൻഡ്രം ആണ്. ഞാൻ തൃശ്ശൂര്. ഓ, അത് ശരി. ഓക്കെ 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 ഓക്കെ, കൊള്ളാം. അപ്പം എന്തായാലും കലക്കി. സിംഗപ്പൂർ ഇപ്പം എന്താണ്, ലോക്ക്ഡൌൺ ഉണ്ടോ? ഇപ്പൊ ലോക്ക്ഡൌൺ ആണ്, സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഇപ്പൊ ഫേസ് 2 എന്ന് പറഞ്ഞിട്ട് അവര്. അവിടെ എത്ര പ്രശ്നമില്ലാന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ കുറഞ്ഞു. കൂടുതലും വർക്കേഴ്സിന്റെ ഇടയിലായിരുന്നു എഫക്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിപ്പോ വർക്ക് ഫ്രം ഹോം തന്നെയാണ് രണ്ടുപേരും. ആണല്ലേ? ഓക്കെ ഓക്കെ. എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങള് രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ്. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, വിഷ്ണു മെക്കാനിക്കൽ എഞ്ചിനീയർ. ഓ, അത് ശരി, എഞ്ചിനീയേഴ്സ് ആണ്. അതെന്തായാലും കലക്കി. അപ്പോൾ ഓക്കെ, നമുക്ക് പരിപാടി തുടങ്ങാം അല്ലേ? അപ്പൊ ഞങ്ങൾ ആദ്യം 2 സോളോ വെച്ച് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് ഒരു ഡുവറ്റും പാടാം. ഫസ്റ്റ് പാട്ട് ശ്രേയ ഘോഷാൽ പാടിയ കണ്ണോട് കണ്ണോരം എന്ന് പറഞ്ഞ വീരപുത്രൻ മൂവിയിലെ പാട്ട്. കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണിനും കണ്ണായിരുൾ കണ്ണിൻ തുമ്പത്ത്, കണ്ണിനും കണ്ണായിരുൾ കണ്ണിൻ തുമ്പത്ത്, കണ്ണീർ കിനാവായി തുളുമ്പിപ്പോയി കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും
അത് കലക്കി. ഇത് ആദ്യമായിട്ടാണ് ഈ പാട്ട് പാടുന്നത് ഒരാള്. ആ ഞാന് വേറെയും കുറച്ച് ലൈവൊക്കെ നോക്കി, അപ്പൊ അതിനകത്തൊന്നും ഇത് പാടി കേട്ടില്ല. അതെ അതെ. സൗണ്ട് കുറവാണോ? എനിക്ക് ഇവിടെ കുഴപ്പമില്ലല്ലോ. സൗണ്ട് ഈസ് ഫൈൻ. ആ നീലിമ പറയുന്നുണ്ട് സൗണ്ട് ഈസ് കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല. ചിലപ്പോ അവിടെ എന്തെങ്കിലും ഇതായിരിക്കും. So far fine. പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് സുരേഷ് എന്ന് പറഞ്ഞ് പിൻ ചെയ്തു. വിഷ്ണു പേര് മാറിപ്പോയി. അതെ അതെ, വിഷ്ണു സുരേഷ് എന്നാണ് എന്റെ മനസ്സിൽ. സുരേഷ് എന്നാണ് കയറിയിരിക്കുന്നത്. സൗണ്ട് ഓക്കെയാണ്, സൗണ്ട് ഓക്കെയാണ്. യെസ്. അപ്പൊ നമ്മൾക്കിനി വിഷ്ണു സുരേഷ് പാടുന്ന പാട്ട് കേൾക്കാം. ഞാന് ശ്രീരാഗമോ പാടാന്ന് വിചാരിച്ചു. ആ ഓക്കെ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ സ്നേഹാദ്രമാ ഏതോ പദം തേടുന്നു ഇന്നമ്മളിൽ നിൻ മൗനമോ പൂമാലമായി നിൻ രാഗമോ പാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന ചെങ്കതളിർ കൂമ്പിൽ ചെറുതുമ്പിയായി തേനുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാകനിരേതുവാൻ ഇനിയുമീ തൊടികൾ കളിയാടാമോ ശ്രീരാഗമോ തേടുന്നു വീണതൻ പൊൻതന്തിൽ സ്നേഹാദ്രമാം ഏതോ പദം തേടുന്നു നാം ഇന്നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ. നിങ്ങൾ രണ്ടുപേരും മ്യൂസിക് പഠിക്കുന്നുണ്ട് അതോ ഇപ്പൊ പഠിക്കുന്നില്ല? എങ്ങനെയാ? ചെറുപ്പത്തില് ഞാൻ പഠിച്ചിട്ടുണ്ട് കുറച്ച്. ഞാനും കുറച്ച് ബ്രേക്ക് ആയിട്ട് സ്കൂളില് കോളേജില് ഒക്കെ ആയിരുന്നപ്പം ഇടയ്ക്കിടയ്ക്ക് പഠിച്ചിരുന്നു. പെരുമ്പാവൂർ സാറിന്റെ ഒക്കെ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ പഠിക്കുന്നില്ല. ഓ, പെരുമ്പാവൂർ ജി രവീന്ദ്രൻ സാറിന്റെ അടുത്താണ് പഠിച്ചിരുന്നത്? അതെ അതെ, 2 വർഷം അവിടെ പഠിച്ചിരുന്നു. ആണല്ലേ? അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങൾ രണ്ടുപേരുള്ള സ്ഥിതിക്ക് ഒരു ഡുവറ്റ്, ഒരുപാടല്ല, ഒരുപാട് ഡുവറ്റ് വേണം, ഒന്നല്ല, ഇഷ്ടം പോലെ ഡുവറ്റ്. അങ്ങനെ ആരും മെയിൽ ഫീമെയിൽ വന്നിട്ടില്ല ഇതുവരെ. യാ പ്ലീസ്. രംഗീല മൂവിയിലത്തെ ഹേ രാമ. തോടി ബദ്മാഷ് ചോദിക്കുന്നുണ്ട്. തോടി ബദ്മാഷും ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡുവറ്റ് കേട്ട് കഴിഞ്ഞിട്ട്. നീലിമ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു അല്ലേ? നീലിമ ഫ്രണ്ടാ, എന്റെ അമ്മയുടെ ഫ്രണ്ടിന്റെ മോളാണ്. ഓ അത് ശരി. നീലിമയും ഒരു ഇവിടെ വന്നിട്ട് തകർത്തിട്ട് പോയതാണ്. അതെ അതെ. इतनी प्यारी हो सामने हम काबू में कैसे रहे, जाओ हम शर्म है तेरी ऐसी
अदा पे तो फिदा हम है। रामा ये क्या हुआ, क्यों ऐसे हमें सताने लगे। तुम इतनी प्यारी हो सामने हम काबू में कैसे रहे। तौबा मेरी तौबा, ये भी क्या सितम है, कैसे जिद करने लगे। जाने तुमने क्या क्या सोचा आगे आगे, हम तो अब डरने लगे। अरे सोचा है ये रात और दिन तुझे प्यार करेंगे हम, डरती है क्यों हो जाने मन मेरे प्यार से। रामा ये क्या हुआ, क्यों ऐसे हमें सताने लगे। तुम इतनी प्यारी हो सामने हम काबू में कैसे रहे। जाओ हमको तो आते शर्म है। तेरी ऐसी अदा पे तो फिदा हम हैं। ഓ അത് കലക്കി, എക്സലന്റ്. ആദ്യമായിട്ട് ഇങ്ങനെ ഡ്യുവറ്റ് കേൾക്കുന്ന ഭയങ്കര ഒരു സന്തോഷം. അത് നന്നായി. ഭയങ്കര ഒരു ഡിഫറെന്റ് ടോണാണ് കേട്ടോ വിഷ്ണുവിൻ്റെത്. ഒരു ഗസൽസ് പാടാറുണ്ടോ? ആ ഗസൽസ് പാടാറുണ്ട്. ആണല്ലേ. ഹരിഹരൻ സാറിന്റെ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമോ? ഗസൽസ് അല്ലെങ്കിലും ഏതെങ്കിലും പാട്ട്. ഹരിഹരൻ സാറിന്റെ കാശ് കാശ് എന്ന് പറഞ്ഞ ആൽബത്തില് ആ ക്യാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നു. പക്ഷെ അതിന് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് പുറകിലോട്ട് ഇരിക്കേണ്ടി വരും. ശബ്ദം കിട്ടാൻ അതിന്റെ പ്രശ്നം വരും. കുഴപ്പമില്ല, നമ്മൾ അർത്ഥധാരിയെ പോലെ പതുക്കെ കണ്ട രണ്ടുപേരും പകുതി കണ്ടാൽ മതി, കുഴപ്പമില്ല. അപ്പൊ ഞാൻ കാശൊന്ന് പാടാം. काश ऐसा कोई मंजिल होता, काश ऐसा कोई मंजिल होता, मेरे कांधे पे तेरा सर होता, काश ऐसा कोई मंजिल होता, जमा करता हूँ मैं आए हुए संग, सिर छुपाने के लिए घर होता, सिर छुपाने के लिए घर होता, मेरे कांधे पे तेरा सर होता, काश ऐसा कोई मंजर होता, इस बुलंदी पे बहुत तन्हा हूँ, तन्हा बहुत तन्हा तन्हा तन्हा, इस बुलंदी पे बहुत तन्हा हूँ, काश मैं सबके बराबर होता, काश ऐसा कोई मंजर होता. റിയലി നൈസ്. അത് പാടാം. ഞാൻ ഈ പൂച്ച എവിടെയെന്ന് ആൾക്കാർ ചോദിക്കുന്നു. പൂച്ച കിടന്നു ഉറങ്ങി. ഉറങ്ങിയോ? സുഖമായിട്ട് ഉറങ്ങുന്നു. ഇനി കൺമണി എന്ന് പേരിട്ടു. ഇന്നലെ വഴി കിടന്ന് കിട്ടിയതാണ്. ഓ അത് ശരി. പ്രേമത്തില് കൺമണി അൻപോട് പാടുന്നില്ലേ ബ്രോ? അതെ അത് പറഞ്ഞപ്പോഴേക്ക് ചാടി എഴുന്നേറ്റ് കരയുന്നു.
അതിന് പേരിഷ്ടായി തോന്നുന്നു. ഓക്കെ, അപ്പം ധോണി ബദ്മാഷ് കുറച്ച് നേരമായിട്ട് നീലിമ പറയുന്നുണ്ട്. അപ്പം താളം അയഞ്ഞു അതും പറയുന്നുണ്ട്. അതറിയാമെങ്കിൽ അതും ട്രൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് बदमाश हो तुम, थोड़ी नादान हो तुम, थोड़ी बदमाश हो तुम, थोड़ी नादान हो तुम। हाँ मगर ये सच है हमारे जान हो तुम, थोड़ी बदमाश हो तुम, थोड़ी नादान हो तुम। मेरे सांसों के झनकार हो तुम, मेरा सोला सिंगार हो तुम, मेरी आँखों का इंतजार हो तुम, मेरा ईमान मेरे शान मेरा मान हो तुम। थोड़े बेईमान हो तुम, थोड़े शैतान हो तुम। हाँ मगर ये सच है हमें भगवान हो तुम, थोड़े बदमाश हो तुम, थोड़ी नादान हो तुम। കലക്കി. എക്സലന്റ്. നിങ്ങൾ രണ്ടുപേരും കട്ടാക്കി കണ്ടോ? ഒരു മത്സരത്തിലാണ് നിങ്ങള്, മറ്റേ കാവിലെ പാട്ട് മത്സരം പോലെ. കൊള്ളാം. അപ്പം അതാണ് താളമയഞ്ഞു. അത് ഇത്ര നേരമായിട്ട് മലയാളം പാടിയിട്ടില്ല, മൂന്നും ഹിന്ദിയാണ് പാടിയിരിക്കുന്നത്. മൂന്ന് പാട്ട്. ശ്രീരാഗമ പാടി. കറക്റ്റ്. അതേ പടത്തിലെ തന്നെ പാട്ടാണല്ലോ താളമയഞ്ഞു. രണ്ടും. അതെ അതെ. ശരത് സാറിന് ആ പ്രോഗ്രാം കാണാറുണ്ടോ? എല്ലാ ദിവസവും പുള്ളി ഫേസ്ബുക്കില് അയ്യോ ഗംഭീര പരിപാടിയാണ്. ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് കാണും. അത് പുള്ളിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പാട്ട് പാടുന്ന സംസാരത്തോട് കൂടുതലെങ്കിൽ പാട്ട് പാടും. ഹിസ്റ്ററി അറിയാൻ പറ്റുന്ന നല്ലൊരു രസമുള്ള ഭയങ്കര ആ ഓരോ പാട്ടിന്റെ പുറകിലുള്ള ആ ഒരു ഹിസ്റ്ററിയും ആ പാട്ടിന്റെ എക്സ്പ്ലനേഷനും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും. അതെ, ആള് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന അതിന്റെ പിന്നെ. അതെ 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 അതെ. ഓ ഗംഭീര പരിപാടി. അത് അവിടെ കിടക്കും. അത് ലൈഫ് ടൈം അവിടെ തന്നെ ഉണ്ടാവും. ഭയങ്കര വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. പഠിക്കാനും നല്ലൊരു സോഴ്സ് ആണ്. അതെ അതെ, ഭയങ്കരമായിട്ട്. ആലോലം താലോലം ആരാരോ പാടും ഗാനം കുഞ്ഞി കണ്ണു ചിമ്മി ഏതോ പൈതൽ മുന്നിൽ വന്ന പോലെ ഏതു ജീവൽ ഗാനം വാഴ്വിന്റെ കോവിലിൽ സോപാന ഗാനമായി ആടുന്ന നാടിയിൽ ഓതി പ്രവാഹിനി ജീവന്റെ സംഗീതം. ഓ താളമയഞ്ഞും ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം
നാദം മാനസമോഹനശ്യാമായ താളമയഞ്ഞും ഗാനമപൂർണം കരളലയം താഴും രാഗധാര. ഹായ്, കലക്കി കലക്കി കലക്കി. ഹായ് മീനാക്ഷി, ഹായ് ഹായ് ഹായ്. ശരത് സാറിന്റെ പ്രോഗ്രാം എപ്പോഴാണ്? അത് ലൈവ് അല്ല, ലൈവ് പുള്ളി പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാ ദിവസവും ഉണ്ട് പുള്ളിയുടെ പേജ്, ശരത് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ പേജ്, ഫേസ്ബുക്ക് പേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റും. ഒരുപാടായി ഇപ്പം. കുറെ പാട്ടുകളെ കുറിച്ചുള്ള, പുള്ളി ചെയ്ത പാട്ടുകൾ മാത്രമല്ല ബാക്കിയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്തിട്ടുള്ള പാട്ടുകളെ കുറിച്ചൊക്കെയുള്ള ആ പാട്ടിന്റെ ഒരു രാഗത്തിന്റെ സ്ട്രക്ചർ തുടങ്ങി അതിന്റെ ചെറിയൊരു ഹിസ്റ്ററി ഒക്കെ പറഞ്ഞുകൊണ്ട് ആ പാട്ടും പാടും പുള്ളി. ഒരു 4 വരി അല്ലെങ്കിൽ ചിലപ്പോൾ മുഴുവനായിട്ട് തന്നെ പാടും. ലൈവ് പ്രോഗ്രാം അല്ല, അത് പുള്ളി റെക്കോർഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. കമന്റ് ഏതെങ്കിലും വായിക്കാമോ എന്ന് ഒരാൾ ചോദിച്ചിരുന്നു. ആ കമന്റ് വായിക്കാൻ പറ്റി. എന്റെ ഇന്നും വന്നില്ല. ഓക്കെ, അത് ഇന്നലെ ഒരു ആർട്ടിസ്റ്റ് പാടിയല്ലേ ഉള്ളൂ. നമുക്ക് വേറെ ഏതെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ ഏതാ കമന്റ്സിൽ വന്നിരിക്കുന്നത്? മലരെ മൗനമ, താമര നൂലിനാൽ, മലർകളെ മലർകളെ. ഇനിയൊരു ഡുവറ്റ് ആവാം. നിങ്ങൾ എന്തായാലും രണ്ടുപേരും ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടൊന്നും പാടിയില്ല. അങ്ങനെ പോവാം അല്ലേ? ഒരു ഡുവറ്റ്, ഒരു മെയിൽ ഒരു ഫീമെയിൽ ഡുവറ്റ്. എന്തായാലും ഇനി ഇങ്ങനെ ആരെങ്കിലും വരുമോ എന്നുള്ളത് അറിഞ്ഞൂടാ. അതങ്ങനെ ഒത്തു വരുന്നതല്ലേ. താമര നൂലിനാൽ പാടട്ടെ. ആയിക്കോട്ടെ, ഓക്കെ. പൂച്ചേനെ ഒന്നും കൂടി കാണിക്കണം. കാണിച്ചത് എണീപ്പിക്കരുത് കേട്ടോ. വെയിലേറ്റുവാടുന്ന പൂവ് പോലെ പൂങ്കാറ്റിലാടും കടമ്പു പോലെ ഒരു കടൽ പോലെ നിൻ കാലടിയിൽ തിരനൂര കൈകളും നീട്ടി നിൽപ്പോ. എന്നിട്ടും എന്തേ നീ എന്നെന്റെ നെറുകയിലൊരു മുത്തം തന്നില്ല. ലാരിരാരിരാരോ രാരാരോ രാരിരാരിരാരോ. താമര നൂലിനാൽ മെല്ലെ എന്നെ തൊട്ടു വിളിക്കൂ. താഴിട്ടു പൂട്ടുമെൻ നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ. എന്നെ മാറോട് ചേർത്തൊരു പാട്ടുമോ മണിവീരലിനാൽ താളമേടൂ. മെല്ലെ മെല്ലെ എന്നെ നീ ഉറക്കൂ. ഔസേപ്പച്ചൻ സാർ, ഡുവറ്റ്. ഓക്കെ, വേറെ മലർകളെ പാടട്ടെ. മലർകളെയും ഡുവറ്റ് ആണ്. അത് വിഷ്ണുവിന് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. ഞാൻ പാടാം. അത് നേരത്തെ അടുത്ത ഡുവറ്റ് പൊൻവീണ്. പൊൻവീണ് പാടാം. മലകളെ മലകളെ ഇത് എന്ന കനവാ. മലകളെ മലകളെ ഇത് എന്ന കനവാ. ഉരുകിയതേ വിരുകിയതേ വിണ്ണോടും നീതാ മണ്ണോടും നീതാ കണ്ണോ
என் கூந்தல் தேவன் தூங்கும் பல்லையா மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா நினைக்காத நேரம் இல்லை காதல் நதியே நதியே உன் பேரை சொன்னால் போலும் என்ற வழிவிடும் காதல் நதி என் சுவாசம் மூச்சு உன் வார்த்தையின் பேச்சு ஐந்தாறு நூற்றாண்டும் வாழ்வோம் என்போம் மலர்கள் மலர்கள் இது என்ன கனவா மலைகள் மலைகள் இது என்ன நினைவா உருகிறதே பெருகியதே விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான் അല്ലെങ്കിൽ ചെറുതായിട്ട് ലിറിക്സ് അവിടെ ഇവിടെയൊക്കെ തെറ്റുന്നുണ്ടായിരുന്നു. ലിറിക്സ് കുറച്ച് ചരണത്തിലെ അനുപല്ലവിയിലും കൂടെ മിക്സ് ആയിപ്പോയി. ചില വാക്കുകളൊക്കെ മാറിപ്പോയി. ഹായ് വെങ്കടേഷ് ഇന്നലെ വന്ന് ഇവിടെ തകർത്തിട്ട് പോയി. ഒരുപാട് പേര് പറയുന്നു ഗംഭീര പരിപാടിയായിരുന്നു. മലർകൾ കേട്ടേൻ ഒരു ഇത് ഞാനിത് വായിക്കാണ്ട് നിങ്ങള് മലർകൾ കേട്ടേൻ പല്ലവി പാടാം. ഓക്കെ. ഹായ് രാധിക, വണക്കം. മലകൾ കേട്ടേ വനമേ തന്തனை തണ്ണീർ കേട്ടേൻ അമുദം തന്തனை മലകൾ കേട്ടേൻ മലകൾ കേട്ടേൻ മലകൾ കേട്ടേൻ எதை நான் கேட்பேன் உனையே தருவாய் எதை நான் கேட்பேன் உனையே தருவாய் மலர்கள் கேட்டேன் வனமே தந்தனை தண்ணீர் கேட்டேன் அமிர்தம் தந்தனை மலர்கள் கேட்டேன் மலர்கள் கேட்டேன் மலர்கள் கேட்டேன். പൊൻവീണെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മറന്നുപോയി. നമുക്കത് ഡുവറ്റ് ആയിട്ട് പാടാമല്ല. സ്വയംവര ചന്ദ്രിക ഡുവറ്റ് അത് പാടിയാ മതി. പൊൻവീണെ അപ്പം അറിയാമെങ്കിൽ പാടിക്കോളൂ, അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ രണ്ടും പാടാം. ഹായ് ഹായ് എല്ലാവർക്കും ഹായ്. ഇടയ്ക്ക് കയറി വന്നിരിക്കുന്ന എല്ലാവർക്കും ഹായ്. വെൽക്കം ടു ഇൻസ്റ്റാ കഫേ. അഫ്സലിക്ക ഹായ്. അഫ്സലിക്ക സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരൂ கொஞ்சம் களித்தின்னலே നെഞ്ചിൻ കിളി കൊഞ്ചലെ മെല്ലെ ഒന്ന് ചെന്നു പറയാമോ പാതി വിടരും കിനാവിൻ പരിഭവങ്ങൾ ഏകാന്ത സന്ധ്യ വിടർന്നു സ്നേഹയമുനാ നദിക്കരയിൽ ഇന്നും അവൾ മാത്രം വന്നില്ല. വര
അവൾ കാറ്റായി മുളയായി ഞാൻ സ്വരനിശ്വാസമായ ഗാനം ഒരു നക്ഷത്രമണ നിന്നു മകളെ വിതുമ്പുന്നിതാ. സ്വയംവര ചന്ദ്രികേ സ്വർണ്ണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾ പകർന്നു വരൂ കൊഞ്ചും കളിത്തിന്നലെ നെഞ്ചിൻ കിളിക്കൊഞ്ചലെ മെല്ലെയൊന്നു ചെന്നു പറയാമോ പാതി വിടരും കിനാവിൻ പരിഭവങ്ങൾ. മറ്റേ പൊൻവീണ അറിയാമെങ്കിൽ ട്രൈ ചെയ്യാം, ട്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഉരുകുത അറിയാമോ? നല്ല കേട്ടറിയില്ല. പാട്ട് കേട്ടിട്ടുണ്ട്. വേറെ പൊൻവീണ പാട്ട്. ഓക്കെ ഓക്കെ. ചെന്തളിരുകളോരും കന്യാവാടികയിൽ മാനിനകളെ നോക്കി കയ്യിൽ കരുകയുമായി വരം നേരുന്നു സ്വയം വരം കൊള്ളുന്നു ഹേമന്തം പോലെ നവവാസന്തം പോലെ ഹേമന്തം പോലെ നവവാസന്തം പോലെ ലയം പോലെ ദളം പോലെ ഹരിയ ഹരിതഗിരിയിൽ പൊൻവീണ എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ ദൂതും പേരി നീങ്ങും മേഘം മണ്ണിന്നേതും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളേ പൊൻവീണ എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ഒരുപാട് ഉരുകുത നന്നായിരിക്കും, പക്ഷെ അറിയില്ല എന്നാണ് പറഞ്ഞത്. കാട്രയൻ വാസൽ വന്നാൽ ആരോ മൂൺ എവിടെയെന്ന് ചോദിച്ചു. മൂന്ന് ഇപ്പൊ എടുക്കാറില്ലല്ലോ, ഇപ്പൊ വെളിച്ചത്തിരിക്കുന്നോണ്ട് ചന്ദ്രനെ അവിടെ തന്നെ മാറ്റി വെച്ചു. 3 പേരും കൂടി ഒരുമിച്ചോ? ആരെ പൂച്ചയും കൂടി ചേർത്താണോ പറയുന്നത്? മലരേ മൗനമ ചോദിച്ചിരുന്നു. ഓക്കെ. അത് പാടും ചോദിച്ചിരുന്നത്. പാതി ജീവൻ കൊണ്ട് ദേഹം വാങ്ങി വന്നതോ നീതി ജീവൻ ഉന്നെ பார்த்து போது வந்ததோ ഏതോ സുഖം ഉള്ളൂരതേ ഏനോ മനം തളാടതേ ഏതോ സുഖം ഉള്ളൂരതേ ഏനോ മനം തളാടതേ വിരൽകൾ തൊടവാ നിരന്തര പിറവാ മാർവോട് കണ്ണുകൾ മൂടവാ മലരേ മൗനമാ മൗനമേ വേഗമാ മയകം പേസുവാ പേസിനാ
മലരേ മൗനമാ മൗനമേ വേദമാ. ഇതിന്റെ ഇടയ്ക്ക് പൂച്ച ചാടി എണീറ്റു. നിങ്ങൾക്ക് വലിയ ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഇല്ല, ചെറുതായിട്ട് ചെറുതായിട്ട് കേൾക്കും. പിച്ചിൽ തന്നെ കരയുന്ന കുഴപ്പമില്ല. ഹിന്ദി ഓക്കെ. പൊയ്കയിൽ പൊയ്കയിൽ ഓതിൽ രൂപ തന്നെണ്ണം താനെന്നും താളത്തിലാടി ഡുവറ്റ്. പൊയ്കയിൽ സ്നാനകേളി ലോലയായി നീ താണുയർന്നു നീന്തവേ കാതരേ മാറുലഞ്ഞു താമരപ്പൂ മുട്ടുപോൽ കൽപ്പടവേറി നിൽപ്പതിൻ്റെ നീയേതു ശില്പിയെ തേടുന്ന ചാരുത നീയേതലൗകിക സൗന്ദര്യ ദേവത പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊന്തിയിൽ നീരാടും നേരം പൂക്കണ്ണുമായി നിൽക്കുന്നു തീരത്തെ മന്ദാരം കാറ്റിൽ തൈലഗന്ധം നീറ്റിൽ കുഞ്ഞു ചന്തം പൊയ്കയിൽ കുളിർ പൊന്തിയിൽ നീരാടും നേരം. കലക്കി ഉഗ്രൻ രാജശില്പി. देखो हजारों दफा क्या यही प्यार है. ഒരുപാട് ഒരുപാട് ഈ മോഹ മോഹക്കെ ധാഗെ ചോദിച്ചിട്ടുണ്ട്. അത് പാടാം. ये मोह मोह के धागे तेरी उंगलियों से जाऊं, कोई टोह ना लागे किसी तरह गिर आए सुलझे. ये रोम रोम एक तारा, ये रोम रोम एक तारा जो बादलों में से गुजरे. ये मोह मोह के धागे तेरी उंगलियों से जाऊं, कोई टोह ना लागे किसी तरह गिराए सुलझे. तू होगा जरा पागल तूने मुझको है चुना, तू होगा जरा पागल तूने मुझको है चुना. कैसी दुनिया ने कहा सब सुना. तू होगा जरा पागल तूने मुझको
बचना, तू दिन सा मेरा आना, दोनों मिल जाए शामों की तरह। ये मोह मोह के धागे तेरी उंगलियों से जाए छे, कोई टोह टोह ना लागे, किसी तरह गिराए सूझे, कोई ये रोम रोम एक तारा, ये रोम रोम एक तारा जो बादलों में से गुजरे। ये मोह मोह के धागे तेरी उंगलियों से जाए, कोई टोह टोह ना लागे, किसी तरह गिराए सूझे। ഇതിന്റെ ഇടയിൽ എനിക്ക് പകുതിയെ ശ്രദ്ധിക്കാനുള്ളൂ. പൂച്ച പൂച്ച ഇത് നോക്കി രണ്ട് ചേട്ടൻ ചോദിച്ചു. അത് ദേഷ്യത്തിലാണല്ലോ. അത് കിടന്ന് കളിക്കുന്നപ്പോ എണീറ്റ് കടിക്കാനൊക്കെ വരുന്നു. കൺമണി അൻപൂട്. അടുത്തത് ഞങ്ങളുടെ ലിസ്റ്റിലുള്ള പാട്ട് മതിയോ? മതി 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 മതി. പൂച്ചയുടെ പേര് കൺമണി. തമിഴ് പാട്ട് പാടാം. ഇളങ്കാറ്റ് വീസുതേ. ഓക്കെ. പിന്നി പിന്നി ചെന്ന എഴയോടും നെഞ്ചു അള്ളും வண்ண துணி போல ஒண்ணுக்கொண்ணுதான் என் நெஞ்சு இருக்கு, உறவையெல்லாம் அமைஞ்சு இருக்கு, அள்ளி அள்ளி தந்த உறவாடும் அன்னமதி நனைலும் போல சிலருக்குதான் மனசு இருக்கு, உலகம் அதில் நிலைச்சு இருக்கு. நேத்து தனிமையில் போச்சு யாரும் துணையில்ல, யாரோ வழி துணைக்கு வந்தாயேதும் இணையில்ல, உலகத்தில் எதுவும் தரிச்சு இல்லையே, கோழிலில் ராகம் மலரில் வாசம் சேர்ந்தது போல இளங்காற்று வீசுதே, இச போல பேசுதே, வளையாத மூங்கிலில் ராகம் வளைஞ்சு ஓடுதே, மேகம் ஒழிச்சு கேட்குதே, கரும்பாறை மனசுல மயில் தோகை விரிக்குதே, மழைச்சாரல் தெடுக்குதே, புல்வே பாதை விரிக்குதே, வானவில் குடையில் பிடிக்குதே, மணியின் ஓசை கேட்டு மன கதவு துறக்குதே, புதிய தாளம் போட்டு உடல் காற்று மிதக்குதே. ശരണത്തി, നീ എഹ്സാൻ സാറിന്റെ പ്രോഗ്രാം കാണാറുണ്ടോ? ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഈ അനുപല്ലവി പാടി പല്ലവി പാടുന്നത് മലയാളികൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു ലാംഗ്വേജിലും അങ്ങനെ പാടുന്നില്ല. ഇന്നലെ ഞാൻ വെറുതെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുനേരം ഇരുന്ന് കാണാറുണ്ട്. ഇത് ഏകദേശം സിമിലർ ടൈമിങ്ങിലാണല്ലോ അത് നടക്കുന്നത്. അപ്പോ പെട്ടെന്ന് ഒരു എവിടെയുള്ളൊരു, അതെനിക്ക് തോന്നുന്നു നോർത്ത് ഭാഗത്ത്, നോർത്തല്ല സൗത്ത് ഭാഗത്തുള്ള ഒരു പെൺകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കൊല്ലം, കോട്ടയം ആ ഭാഗത്തുള്ള ഒരു മലയാളി പെൺകുട്ടി കണക്റ്റായി. ആ കുട്ടി ഇതേപോലെ തന്നെ പെട്ടെന്ന് മലയാളം പാട്ട് തന്നെ പാടിയത്. ഏതാണ്ട് ഞാൻ മറന്നുപോയി. പക്ഷേ
പല്ലവി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് അറിഞ്ഞൂടാത്തപ്പോ എസാൻ സാറിന്റെ വിചാരം അതായിരിക്കും പല്ലവി എന്നാണ്. മനസ്സിലായില്ലേ? പുള്ളി അങ്ങനെയല്ലേ മനസ്സിലാക്കുള്ളൂ, ആ പാട്ട് കേട്ടിട്ടുണ്ടാവില്ലല്ലോ. അത് എന്റെ അമ്മ എപ്പോഴും വഴക്ക് പറയാറുണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കവർ സോങ്സ് ഒക്കെ കേട്ട് അങ്ങനെ ഒരു ട്രെൻഡ് ആയതാന്ന് തോന്നുന്നു, അങ്ങനെ അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നു. പല്ലവി അനുപല്ലവി ചരണം അങ്ങനെ പാടുന്നതാണ് അതിന്റെ ഒരു ഭംഗി. അവിടുന്ന് ഗാനം കേൾക്കാൻ അത് ചോദിച്ചു. നല്ല പാട്ട്, പഴയ പാട്ട്. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തി തരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാൻ എന്തൊരു നാണം, വെളിയിൽ വരാൻ എന്തൊരു നാണം. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തി തരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാൻ എന്തൊരു നാണം, വെളിയിൽ വരാൻ എന്തൊരു നാണം. അവിടുന്നിൻ ഗാനം കേൾക്കാൻ. ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ, ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ. എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം തീരെത്താൻ. അവിടുന്നിൻ ഗാനം കേൾക്കാൻ. അനുരാഗ ഗാനമായ അവിവേകി പിന്നാകും ഞാൻ, കഥന ഗാനമായ നിന്നെ ഹൃദയത്തിൽ മുറിവേറ്റാലോ. അനുരാഗ ഗാനമായ അവിവേകി പിന്നാകും ഞാൻ, കഥന ഗാനമായ നിന്നെ ഹൃദയത്തിൽ മുറിവേറ്റാലോ. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തി തരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാൻ എന്തൊരു നാണം, വെളിയിൽ വരാൻ എന്തൊരു നാണം. അവിടുന്നിൻ ഗാനം കേൾക്കാൻ. നല്ല കലക്കൻ കമ്പോസിഷനാണ്, ഗംഭീരം. ഈ നേരത്തെ രാധിക പറഞ്ഞ പോലെ ചില പാട്ടുകള് ഈ അനുപല്ലവിന്ന് പാടി കേൾക്കുമ്പോ ഒരു രസമുണ്ട്. ചില പാട്ടുകള് പക്ഷെ ഇങ്ങനെ തന്നെ പാടുമ്പോഴാണ് രസം. ചിലത് എന്ന് വെച്ചാൽ അനുപല്ലവിയേക്കാൾ ബെറ്റർ, പല്ലവിയേക്കാൾ ബെറ്റർ ആയിരിക്കും അനുപല്ലവി ചില പാട്ടുകളിൽ. 3 ഇതിലായിരിക്കില്ലേ, പ്രത്യേകിച്ച് പാവക്കയുടെ ഒക്കെ രസമാണ്. യെസ്, അടുത്തത് രാജഹംസമേ പെട്ടെന്ന് മുന്നിൽ വന്നു. രാജഹംസമേ. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി
ഹംസമേ ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴയോടെ കണ്ടുവോ തോഴൻ ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴയോടെ കണ്ടുവോ എന്റെ ആത്മരാഗം കേട്ടു നിന്നു വരുമെന്നൊരു കുറിമാനം തന്നു നാഥൻ വരുമോ പറയൂ രാജഹംസമേ മഴവിൽ കുടിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ ഇവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ ആരോ ഫിഷ് റോക്ക് പാടുന്നു പറഞ്ഞ് ഉണ്ടായിരുന്നല്ലോ, നമുക്ക് വേണമെങ്കിൽ അത് ഫിഷ് റോക്ക് പൂങ്കാറ്റിനോടും കിളികളോടും പാടാമോ എന്ന് അഫ്സലൊക്കെ ചോദിക്കുന്നുണ്ട്. ഫിഷ് റോക്ക് കേട്ടിട്ട് ആരും ഫിഷ് റോക്ക് ഇവിടെ പാടിയിട്ടില്ല. എന്തായാലും ഫിഷ് റോക്ക് പാടാൻ ശ്രമിക്കാം. ഇടഞ്ഞെന്തേ നിന്നു പൊന്നെ ഇടഞ്ഞെന്നെ കൊല്ലും കണ്ണേ എല്ലാരും ചൊല്ലുന്നേ പൊല്ലാപ്പാണെന്നേ. ഇടഞ്ഞെന്തേ നിന്നു പൊന്നെ ഇടഞ്ഞെന്നെ കൊല്ലും കണ്ണേ എല്ലാരും ചൊല്ലുന്നേ പൊല്ലാപ്പാണെന്നേ. വെള്ളാരം തുള്ളും നെയ്യോ അതിനുള്ളേ തള്ളും നെയ്യോ കടലേഴും താണ്ടി ചെന്നാൽ നിറയും കനവിൽ നിലവിൽ കയ്യിൽ അയിലമത്തി ചൂരകാരി കണവകിളിനും കൂരികരിം പറ്റവാള പ്രാല് ചെറുകൈക്കൂറന്നത്തോലി അയിലമത്തി ചൂരകാരി കണവകിളിനും കൂരികരി പറ്റവാള പ്രാല് ചെറുകൈക്കൂറന്നത്തോലി. ഇളം പൂങ്കാറ്റിനോട് പാടാമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഫ്സലക്ക. അപ്പൊ അതോടുകൂടി നമുക്ക് പരിപാടി നമ്മുടെ 1 മണിക്കൂറാവും. ആ പൂങ്കാറ്റിനോടും ഗോവിന്ദ് ഗംഭീര സിംഗർ. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ
ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിന്നുള്ളിലെ മോഹം സ്വന്തമാക്കി ഞാനും എൻ നെഞ്ചിലെ ദാഹം നിന്റേതാക്കി നീയും പൂഞ്ചങ്കലയ്ക്കുള്ളിൽ രണ്ടു മൗനങ്ങളിപ്പോ നീർ താമരത്താളിൽ പനി നീർ തുള്ളികളായി ഒരു ഗ്രീഷ്മശാഖയിൽ വിടരും വസന്തമാ പൂത്തുലഞ്ഞ ശിശിരം നമ്മൾ പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ സ്ലിപ്പായി പോയത് ചെറിയ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ അതിൽ കൊള്ളാം. നമ്മളെ കൗണ്ട് ഡൗൺ തുടങ്ങി. ഇനി 1 മിനിറ്റും 1.5 മിനിറ്റും കൂടിയേ ഉള്ളൂ. അപ്പൊ എന്തായാലും പൂച്ച ഇവിടെ കിടന്ന് ഓടുകയാണ്, ഓരോന്ന് തലകുത്തി മറിയുന്നു. അത് ആദ്യത്തെ ഒരു സ്ഥലമല്ലേ, അതിവിടെ കിടന്ന് ഇപ്പോഴാണ് പരിചയപ്പെട്ട് വരുന്നത്. ഇന്നലെ വന്നല്ലേ ഉള്ളൂ. പൂച്ചയെ കുറിച്ചാണ്, കൺമണി. അപ്പൊ ഇപ്പൊ ഈ ഇപ്പൊ ടൈം ഇപ്പൊ തന്നെ കട്ടാവും എന്തായാലും. അതെ, ഇവര് ഹസ്ബൻഡും വൈഫും ആണ്, ബ്രദർ സിസ്റ്റർ ആണെന്നൊക്കെ. ഹസ്ബൻഡ് വൈഫ് അഫ്സലൊക്കെ. ഇവര് രണ്ടുപേരും സിംഗപ്പൂരാണ് ജോലി ചെയ്യുന്നത്, രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ്. ഇപ്പൊ സിംഗപ്പൂരിൽ നിന്നാണ് ലൈവ് വന്നിരിക്കുന്നത്. രണ്ടുപേരും ചെറുപ്പത്തിൽ മ്യൂസിക് പഠിച്ചാണ് ഇപ്പൊ നമ്മളോട് പാടാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും നിങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് വരുന്ന ഒരു ദമ്പതികളാണ് എന്നാണ് എന്റെ ഓർമ്മ. വേറെ ആരും വന്നിട്ടില്ല. ഇല്ല, ആരും വന്നിട്ടില്ല. ഞാനിത് കുറെ ആയി ഇപ്പൊ പരിപാടി. ഞാൻ 60 ദിവസത്തിന് മുകളിലായി. ഇൻസ്ട്രുമെന്റും സിംഗറുമായിട്ട് അങ്ങനത്തെ വന്നിട്ടുണ്ടല്ലോ നേരത്തെ? ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ 4 പേര് സിംഗേഴ്സ് ഒരുമിച്ച് വന്നിട്ടുണ്ട്. എല്ലാം മെയിൽ ആയിട്ടുള്ളവർ വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മെയിൽ ഫീമെയിൽ കോമ്പിനേഷൻ ആദ്യമാണ്. എന്തായാലും കലക്കി.